ഷിഗല്ല ഭീതിയാണ് വയനാട്ടിലുള്ളത്. അവിടെ ആരോഗ്യമന്ത്രി എത്തിയിട്ടുണ്ട്. കെ മുരളീധരൻ ഇപ്പോൾ ബത്തേരിയിൽ സന്ദർശനം നടത്തുകയാണ്. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. 68 കുട്ടികളാണ് അവിടെ ചികിത്സയിലുള്ളത്. രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലുള്ളത് അത്രയും പേരാണ്. ദീപക് മോഹനാണ് ചേരുന്നത്. ദീപക്, ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് പറയുന്നു. രാവിലെ ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിന് ഇപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് വയനാട്ടിലെത്തിയിരിക്കുകയാണല്ലേ? വിനീത, ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഇപ്പോഴാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ മന്ത്രി സിദ്ദീഖിൻ്റെയും മറ്റ് ഉന്നതതല യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണം എന്നുള്ള തീരുമാനമുണ്ട്. അതോടൊപ്പം ഈ മേഖലകളിലെ കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവ് ക്ലോറിനേഷൻ നടത്തും എന്നും തീരുമാനമുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് ഇപ്പോൾ ഈ ഷിഗല്ല ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളെ കാണുവാനായി കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി എത്തിയിട്ടുള്ളത്. അതിന് അദ്ദേഹം സന്ദർശിച്ചതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക. വിനീത, ശരി. ദീപക് മോഹൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ഷിഗല്ല ഭീതിയുണ്ട് വയനാട്ടിൽ. 14 പേർക്ക് കൂടി പുതുതായി രോഗലക്ഷണമുണ്ട്. 68 കുട്ടികൾ ചികിത്സയിലാണ്. ഒരു അധ്യാപികയും ചികിത്സയിലുണ്ട്. ഏതായാലും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം.